ഒരു സദസ്സിൽ ആരെന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എടാ ഞാൻ സേഫ് ആയതല്ലേ, ഞാൻ വല്ലതും സംസാരിച്ചിട്ടാണ് നീ കയറുന്നതെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല എന്റെ അവസ്ഥ. ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം ആദ്യമായി അസിസ്റ്റന്റ് ഡയറക്ടറായ സിനിമയുടെ നായകനാകാനുള്ള ഭാഗ്യം ലഭിച്ച ഒരാളാണ്. ഇവൻ ആ സമയത്ത് ഞാനിത് എവിടെ പറഞ്ഞു തോന്നുന്നു, സാറിന് ഒരു എല്ലാവരും സിനിമയിലുള്ളതുകൊണ്ടും നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ്, മീഡിയയിലും അല്ല എല്ലാ സുഹൃത്തുക്കളും അറിയാവുന്ന കാര്യമാണ്. ഒരു സിനിമയിൽ ഏറ്റവും അധികം ട്രാഷ് ചെയ്യപ്പെടുകയും ഹരാസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു പാവം വർഗമാണ് അസിസ്റ്റന്റ് ഡയറക്ടർമാർ എന്ന് പറയുന്നത്. എല്ലാവരും എടുത്തിട്ട് ഒടുക്കുന്ന ആൾക്കാരാണ്. എന്തിനാണെന്ന് അറിഞ്ഞത്, സംവിധായകനാവട്ടെ പ്രൊഡ്യൂസർ സൈഡിൽ നിന്നാവട്ടെ ഒരു കുഴപ്പം പിടിച്ച ആക്ടർ ഉണ്ടെങ്കിൽ അയാളാവട്ടെ എല്ലാം. എനിക്ക് എല്ലാവർക്കും എല്ലാ അസിസ്റ്റന്റ് ഡയറക്ടർമാരോടും ഉള്ള എന്താണ് എന്നെ ഒരു സിമ്പതി എമ്പതി ഒക്കെ വെച്ച് ഞാൻ പറയട്ടെ, ഇതിൻ്റെ ഓൾ ടൈം എക്സെപ്ഷൻ ആണ് തയ്യാറിക്കുന്നത്. ഇവൻ അസിസ്റ്റന്റ് ഡയറക്ടറായ സെറ്റിൽ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവന് നായകനാവണ്ട, അവൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയാൽ മതി. കാരണം ഇവൻ അന്ന് അവിടെ നിന്റെ ഭാഷ തന്നെ കടമെടുത്ത് പറഞ്ഞു അപരാധിച്ച പോലെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറും മലയാള സിനിമാ ചരിത്രത്തിൽ ചെയ്തിട്ടില്ല. ഞാൻ വന്ന ശേഷം മാത്രമേ ഇവൻ വരൂ. അത്രേ ഉള്ളൂ. ശരി മോനെ, കാണാം. അപ്ഡേഷൻ തരും.